ഇപ്പോൾ മോളും നീനും ഇങ്ങോട്ട് ഒരുമിച്ച് വന്നാൽ പിന്നെ ഇതൊരു സ്ഥിരം പരിപാടി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്ന് ഒന്ന് പുറത്ത് പോവുകയാണ്, അതും ഫിലിമിന് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇത്തവണ നീന് വരുമ്പോൾ ഞങ്ങൾ തന്നെ സിനിമയൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അരീക്കോട് ഒരു ഷോപ്പിൽ പോയിട്ട് പിന്നെ അത് സ്ഥിരം നമ്മുടെ പിന്നെ സ്ഥലമായ മമതയിൽ പോയിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ പോവാം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്ലാന്. പക്ഷേ ഞങ്ങളത് പ്ലാൻ ചെയ്ത് ആ പ്ലാൻ അങ്ങനെ വിജനമ്പിച്ച് ഇപ്പോൾ ഒരു ഫിലിമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചത്താപ്പച്ച നമ്മുടെ മമ്മൂട്ടിയൊക്കെ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ കാണാനൊരു കൊതിയുണ്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ഞങ്ങൾ ആ ഒരു പ്ലാനിലെത്തിയിട്ടോ. പോവാം മഞ്ചേരിക്ക് ഫിലിം കാണാൻ പോകുന്നു. ഇവിടെ അരീക്കോട് തിയേറ്റർ ഇല്ലല്ലോ. ഒന്നില്ലേ മൊക്കത്ത് പോകണം, പിന്നെ മഞ്ചേരി പോകണം. മഞ്ചേരി ആണല്ലോ പിന്നെ നമുക്ക് പോകാൻ എളുപ്പം. നമുക്ക് പോയി ശീലമുള്ള സ്ഥലം എന്ന് പറയുന്നത് മഞ്ചേരി അല്ലേ. അതുകൊണ്ട് നമുക്ക് മഞ്ചേരിക്ക് പോകാം. അങ്ങനെ ഞങ്ങളിത് ഒരു 4 മണി ആവാനായിട്ടുണ്ട് ഇറങ്ങിയപ്പോൾ കേട്ടോ. ഞങ്ങളൊരു 3 മണിക്കെങ്കിലും ഇറങ്ങണം. പോകുന്ന വഴിക്ക് ഇമ്മാൻ്റെ അടുത്തൊന്ന് കയറണം. മോളും നീനൊക്കെ ഇമ്മാൻ്റെ പല്ലൊക്കെ പറിച്ചതല്ലേ, അപ്പോൾ അതൊന്ന് കാണാൻ കയറണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുങ്ങിക്കെട്ടി താങ്ങി ഇറങ്ങിയപ്പോഴേക്കും 4 മണി ആവാനായി. പിന്നെ അവരുടെ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം, ട്രാൻസ്ഫർമേഷൻ വീഡിയോ എടുക്കണം, പിന്നെ നീനുട്ടി എന്തൊക്കെയോ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നങ്ങോട്ട് എടുത്തിറങ്ങുമ്പോഴേക്കും പറയുമ്പോൾ എന്നെ ഉച്ചക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഹസ്ബൻഡിന് ഇന്നൊരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നേ. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു, പക്ഷെ മക്കളെല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല കേട്ടോ. കാരണം അവരെല്ലാവരും ഉണ്ടാകുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി ചോൽക്കൊക്കെ വിളമ്പി കൊടുത്ത് സെറ്റാക്കി പിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോക്കിന് അതിനാറെന്നല്ല പിന്നെ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ മൂപ്പരും ഇതുമുന്നെ കൂട്ടിപ്പോയി. അങ്ങനെ ഹൗസ് വാമിങ് അത് കഴിഞ്ഞു വന്നതാണ്, പരിപാടി ഹൗസ് വാമിങ് കഴിഞ്ഞു വന്നതാണ്. അപ്പോൾ മൂപ്പർക്ക് ഫുഡ് വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് രാവിലെ ഉണ്ടാക്കിയ ദോശയും കറിയും വെച്ചിട്ട് തന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ ആണുങ്ങളില്ലാഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു എളുപ്പവഴിയാണല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഉച്ചക്കും ആ ഒരു രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതാണ്. ഐറൂസിന് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഓന് ഉറങ്ങുന്ന ടൈമാണ്. അപ്പോൾ ബസ്സിൽ നിന്ന് ഉറങ്ങിക്കൊള്ളല്ലോ നികതി. ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോണത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇന്ന് തൽപര കക്ഷിയല്ല. മൂപ്പരോട് ചോദിച്ചപ്പോൾ ഇന്ന് പോകുന്നില്ല കേട്ടോ, ഞാനില്ല ഞങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതാ നമ്മൾ ബസ്സിലാണ് പോണത്. എൻ്റെ ഐറൂസ് ഇതാ 2ാമത്തെ തവണയാണ് ബസ്സിൽ പോണത്. ഇപ്പോൾ ആദ്യത്തെ തവണ അങ്ങനെ ഫസ്റ്റ് പോയപ്പോൾ ഒരു അന്തമിടലും വെപ്രാളമൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇത് എന്തപ്പോൾ ഇത് സംഭവം എന്നൊക്കെയുള്ള രീതിയിൽ ചുറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ആയപ്പോൾ ഒരു ശീലമായിട്ടോ ബസ്സിലൊക്കെ പോകുന്നതിന് ഒരു ഹരായി. പുറത്തൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് പോയത്. പിന്നെ ഞങ്ങൾ മഞ്ചേരിയും ബസ്സിൽ സ്റ്റാൻഡിൽ എത്തുന്നതിന് മുന്നേ നെല്ലിപ്പറമ്പ് ഇറങ്ങിയിട്ട് ഞങ്ങൾ അമ്മക്ക് എന്തെങ്കിലും വാങ്ങണ്ടേ. അപ്പോൾ നീനും മോളും പാടെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി നോക്കി കേട്ടോ. ആ പരിസരത്ത് അതായത് ആ നെല്ലിപ്പറമ്പ് ആ ഭാഗത്ത് കാണുന്നിടത്തൊന്നും ഫ്രൂട്ട്സ് കട ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേന്ത്രപ്പഴവും റോബസ്റ്റ പഴവും പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടതാണ് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ ഓട്ടോ അവിടെ നിർത്തിയിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഇവിടെ നിൽക്കാമെന്ന് കാരണം വണ്ടി ഓട്ടോ വിടാനുള്ള സമയം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 4:45 ആയിട്ടുണ്ട്. 5:30ക്കാണ് പിന്നെ സിനിമ. അപ്പോൾ നമ്മൾ അവിടെ ഓട്ടോ വിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഓട്ടോ പിടിച്ച് തിയേറ്ററിൽ എത്തുമ്പോഴേക്കും നല്ല ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോ വിടാതെ തന്നെ അവിടെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാണ്ടാണ് ഞങ്ങൾ ഉമ്മാൻ്റെ അടുത്ത് എത്തിയത്. അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങിയപ്പോൾ ബേക്കറി കടന്ന് പിന്നെ എന്താ പറയുക ചെറിയൊരു മിനി ബർഗറോ എന്തോ പറഞ്ഞിട്ടൊരു സാധനം അവിടെ ഉണ്ടായിരുന്നിട്ടോ, എൻ്റെ ഉള്ളിൽ ഈ ഒരു സാധനം. അപ്പോൾ അത് കണ്ടപ്പോൾ നീനുട്ടിക്ക് അത് കഴിക്കണം ഭയങ്കര ആഗ്രഹം. എന്നാൽ പിന്നെ മഞ്ചേരിയിൽ എല്ലാവർക്കും വാങ്ങി, പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും പിന്നെ നാനും നുജും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും കൂടി അങ്ങോട്ട് വാങ്ങിയിട്ട് ഞങ്ങൾ കൂടി വാങ്ങിയിട്ട് പോകുന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ 6 ഉള്ളൂ കേട്ടോ. നമുക്കൊരു 8 9 വേണം. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളത് പപ്സൊക്കെ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വന്നതായിരുന്നു. അപ്പോൾ വന്ന പാടെ നീനുട്ടി അത് എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ഓക്ക് അത് പുതിയതായിട്ടാണല്ലോ വാങ്ങിയത്. അപ്പോൾ ഓളത് എടുത്തപ്പോഴാണ് എനിക്ക് ഓർമ്മ അങ്ങനത്തെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടല്ലോ എന്ന്. പിന്നെ എല്ലാവരും ഇതാ അവിടെ നിന്ന് തന്നെ കഴിച്ചു. ചായ ഉണ്ടാക്കട്ടെ പറഞ്ഞിട്ട് ഞാനും അങ്ങനെ പിന്നാലെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും വേണ്ട, ഞങ്ങൾ ഉമ്മാനെ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞ് നീനുട്ടിക്കും മോളൂനും ഉമ്മാനെ കാണാമല്ലോ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഉമ്മ അതവിടെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, സ്റ്റിച്ചൊന്നും പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. വേദനയ്ക്കുള്ള ഗുളിക കുടിക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. വേദന വരുമ്പോൾ ഒരു ഓയിൽമെൻറ്റ് തേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് തരിപ്പുണ്ടാകുമ്പോൾ നമുക്ക് വേദന അറിയാത്ത അങ്ങനെയുള്ള ഒരു ഓയിൽമെൻറ്റാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് തേക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഗുളിക കുടിക്കേണ്ടി വന്നിട്ടില്ല, വേദനൻ്റെ ഗുളിക എന്നുള്ളത് സംഭവം കുടിക്കേണ്ടി വന്നില്ല. എന്നാലും ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, സുന്ദരിയായി ഇങ്ങനെ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇപ്പോൾ ഒരു സൈഡത്തെ പല്ല് എടുത്തിട്ടുള്ളൂ, ഇനി മറ്റേ സൈഡത്തെ പല്ല് എടുക്കാനുണ്ട്. അത് ഇത് ഉണങ്ങി റെഡി ആയിട്ട് വേണം നമുക്ക് മറ്റേ ഭാഗത്ത് എടുക്കാനായിട്ടും ഇത് സ്റ്റിച്ച് വെട്ടാനായിട്ട് നമുക്ക് പിന്നെ എന്നപ്പോൾ ബുധനാഴ്ച വ്യാഴാഴ്ചയായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതെടുത്ത് അതൊന്ന് ഉണങ്ങിയിട്ട് ആ സൈഡ് റെഡി ആയിട്ട് വേണം ഇപ്പുറ സൈഡ് എടുക്കാൻ. പിന്നെ അതിൻ്റെ നീലിട്ടൻ ഇങ്ങനെ വന്നാൽ പിന്നെ താത്ത എന്ന് വിളിച്ച് പിന്നാലെ കൂടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏതായാലും അവിടെ ഒരു 10-15 മിനിറ്റോളം നിന്ന് പിന്നെ പപ്സ് എന്തൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ആ ഓട്ടോയിൽ തന്നെ നേരെ ഇന്ത്യൻ മാളിലെത്തിയ. പിന്നെ ഇവിടെ നിന്ന് ഇനി നമ്മൾ 4ാമത്തെ പിന്നെ ഇവിടെയാണ് ഫ്ലോറിലാണ് തിയേറ്റർ. അപ്പോൾ അങ്ങനെ മോളാണെങ്കിൽ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി ആട്ടോ, വാതിലിങ്ങോട്ട് തുറക്കുമ്പോൾ ഇങ്ങോട്ട് എടുക്കാനൊക്കെ
ഫോണും പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതാണ് ഞങ്ങൾ നേരെ ഇവിടെ എത്തിയപ്പം പിന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ തിരക്കൊന്നുമല്ല, അധികം തിരക്കൊന്നുമില്ല, സീറ്റൊക്കെ ഒഴിവായിരുന്നു കേട്ടോ. സിനിമ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല, സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബുക്ക് ചെയ്തത് എന്താ വെച്ചാൽ നമുക്ക് കംഫർട്ടായിട്ടുള്ള സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ ബുക്ക് ചെയ്യാതെ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നാരെ ടിക്കറ്റ് എടുത്ത്, പക്ഷേ ഇരിക്കുമ്പോൾ നമുക്ക് അപ്പുറം ഇപ്പുറം നമ്മളൊരു നടുവിലായിട്ട് വന്നേ. അപ്പോൾ അപ്പുറവും രണ്ടാൾക്കാരുണ്ടെന്ന് ഇപ്പുറവും രണ്ടാൾക്കാരുണ്ട്. അപ്പം എന്തോ ഒരു സുഖം കിട്ടില്ല നമുക്ക് കാണുമ്പോൾ. ഇപ്പോൾ ഐറൂസിനായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് വക്കിൽ കിട്ടാം. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ബുക്ക് ചെയ്ത് നമുക്കൊരു വക്കത്തിരിക്കുന്ന രീതിയിലൊക്കെ സീറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അങ്ങനെ നേരെ പോയിട്ട് ടിക്കറ്റൊക്കെ വാങ്ങി. പിന്നെ അപ്പോൾ കുറച്ചൊരു 5:15 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 5:30 അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. സ്റ്റോറിയൊക്കെ ഇടണ്ടേ, അതൊക്കെ അതിനൊക്കെ തന്നെയല്ലേ പോണത് അല്ലേ. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. നേരതാ നമ്മൾ എവിടെയൊക്കെ പോണത്, നേരെ നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ഫുഡുകളൊക്കെ വാങ്ങണം. എൻ്റെ ഐറൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഓന് സിനിമ കണ്ട് കഴിയുന്നവരെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്നാൻ വേണം. അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബസ്സിൽ നിന്ന് കയറിയ പാടെ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ വീട്ടിലെത്തിയപ്പോഴും ഉറങ്ങിയിരുന്നു, അവിടെ നിന്നൊന്നും ഉണർന്നിട്ടില്ല. തിയേറ്ററിൽ എത്തിയപ്പോൾ ാട്ടോ ഓടുന്നത്. പിന്നെ അതായത് മക്കൾ നേരെ പോകുന്നത് എടുക്കുക വെച്ചാൽ ഫുഡ് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെന്ന പഠനം നേരെ പോയി ഒരു കോഫിയാണ് കേട്ടോ കുടിച്ചത്. ഇവിടെ പിന്നെ കോഫി, ഇതൊക്കെ മെഷീൻ കോഫി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കോഫി വാങ്ങി കുടിച്ചു. അപ്പോൾ അല്ലാതെ ഞാൻ അവിടെ കുടിച്ചിരിക്കുന്നുണ്ട്. ഓലൊക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ വാങ്ങാണ് കേട്ടോ, സാധനങ്ങൾ ഇങ്ങനെ വാങ്ങുന്നുണ്ട്. അപ്പം ആദ്യം 4 കോഫി വാങ്ങിയിട്ട് 4 ആൾക്കാരുടെ കയ്യിലുണ്ട് കേട്ടോ. ഇതുമ്മൂടെ കയ്യിലുണ്ട്, ഇതുമ്മാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഓളെ കയ്യിലുണ്ട്. പിന്നെ പിന്നെ മോൾ അവിടെ ഐറൂസിന് ഐസ്ക്രീമും പിന്നെ ഒരു എന്താ പറയുക പിന്നെ പ്രിങ്കിൾസില്ലേ അതൊക്കെ വാങ്ങി. ഇപ്പോൾ പോപ്കോൺ ഇപ്രാവശ്യം വാങ്ങിയില്ല കേട്ടോ, എല്ലാവരും പ്രിങ്കിൾസാണ് വാങ്ങിയത്. മോളും പിന്നെ ഐറൂസിനും മാത്രം ഐസ്ക്രീം വാങ്ങി. ഞങ്ങൾ പിന്നെ നീനുട്ടി ഫിസ്സിൻ്റെ ജ്യൂസില്ലേ അത് വാങ്ങി. അങ്ങനെ അതൊക്കെ തൊക്കിലിടുക്കി ഞങ്ങൾ തിയേറ്ററിൽ കയറാൻ പോവുകയാണ്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് 3ാമത്തെ പിന്നെ ഇതാണ് കിട്ടിയത് കേട്ടോ. എന്താ പറയുക, തിയേറ്ററിൻ്റെ നമ്പർ 3 ആണ്. 3-ലായിരുന്നു ആ സിനിമ. ഞങ്ങൾ എപ്പോഴും ആ 4-ലോ 5-ലോ തന്നെ കയറിയിട്ട്. അപ്പോൾ എപ്പോഴും വിചാരിക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കാണാൻ പൂതിനായിരുന്നു, പക്ഷെ അത് ഇന്നാണ് നടന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ കോഫിയും കൊണ്ട് ആദ്യം കോഫി കുടിക്കൽ കഴിഞ്ഞിട്ട് കപ്പ് ഇവിടെ വേസ്റ്റിൽ കൊണ്ടിട്ടിട്ട് ഇവിടെ തിയേറ്റർക്ക് കയറാൻ നേരത്തെ ഞങ്ങൾ നേരത് ഇവിടെ വന്നിരുന്നു. ഐറൂസിനൊന്ന് ഇവിടെ ഇരുത്തി ആ ഒരു സോഫയിൽ ഇരുന്നിട്ട് ഞങ്ങൾ കോഫി കുടിക്കുക. അപ്പോൾ ഇതുമ്മോ നീനും അത് അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട്, മോളത് ഇവിടെ നിന്ന് കുടിക്കുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും ഓരോ സാധനങ്ങൾ കേട്ടോ, പ്രിങ്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കുടിച്ച് വേസ്റ്റിൽ ഇട്ടതിന് ശേഷം ഞങ്ങൾ തിയേറ്ററിലെത്തി സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എത്തിയ പഠനതാ ഇതുമൊന്നുകൂടെ പ്രിങ്കിൾസ് തീറ്റ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ സിനിമ കാണുമ്പോൾ കഴിക്കാമെന്ന് കരുതി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഐറൂസ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ, ഭയങ്കര സന്തോഷത്തിലാണ്. ഓനിപ്പോൾ പോയി ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ പേടിയൊന്നുമില്ല. ആദ്യമൊക്കെ ഫസ്റ്റിൽ പോകുമ്പോൾ ഓന് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു നെട്ടലും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, കൂളായിട്ട്. ഇന്നാണ് ഇതൊരു അടിപ്പടാണ്, ഭയങ്കര ഗുസ്തിയൊക്കെ ആണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഓന് ഭയങ്കര ഹാരം കേട്ടോ. അതിൽ സിനിമയിൽ മമ്മൂട്ടി അല്ലെങ്കിൽ ആദ്യത്തെ നായകന്മാരൊക്കെ അടിക്കും ഗുസ്തി വിടുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഓനും ടിഷും എന്നൊക്കെ പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, നല്ല രസമായിരുന്നു കേട്ടോ. ഓൻ്റെ കളി കണ്ടിരിക്കാനായിരുന്നു കൂടുതൽ രസം. എനിക്ക് ഈ സിനിമയെ പറ്റി തോന്നിയത് എന്താ വെച്ചാൽ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഇങ്ങനെ കുറച്ചൊരു 10-15 മിനിറ്റിലൊരു ലാഗ് അടിച്ച പോലെയൊക്കെ തോന്നിയിട്ടു. പക്ഷേ പിന്നെ ഇങ്ങനെ അതിൻ്റെ ഒരു വൈബ് കൂടി വന്ന് എന്താ പറയുക, അടിപൊളിയായിരുന്നു. ഒരു റൊമാൻറ്റിഫിക്കേഷനൊക്കെ വന്നിട്ട് നല്ല ഇൻ്റർവെൽ ആയതേ നമ്മൾ അറിഞ്ഞില്ല. അത്രയും നല്ല ഒരു എന്താ പറയുക, നമ്മളെ രോമ എഴുന്നേൽക്കാന്ന് പറയില്ല, ആ ഒരു സംഭവം ഒന്ന് നമുക്ക് ത്രില്ലടിച്ച് ഇങ്ങനെ വരുന്ന ഒരു ടൈപ്പ് ഒരു ഫിലിമായിരുന്നു. പിന്നെ ഇൻ്റർവെല് എത്തി, അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് ബാക്കി ഭാഗവും അതേപോലെ തന്നെ ലാസ്റ്റൊക്കെ എൻ്റെ പൊള്ളി. ഐറൂസൊക്കെ ഇങ്ങനെ പേരും ത്രില്ലിലായിരുന്നു കേട്ടോ. എൻ്റെ ഇതുമുനെ മുഖം കാണുമ്പോൾ ഒക്കെ മനസ്സിലാവും. ഒക്കെ അങ്ങനെ ഫാമിലി പാടൊന്നും വലിയ താല്പര്യമില്ല, അങ്ങനത്തെ ടിഷ്യം പാടം തന്നെയാണ് ഇഷ്ടം. അതും അത്യാവശ്യം നല്ല ഒരു നമുക്കിങ്ങനെ എന്താ പറയുക അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ലാസ്റ്റ് മമ്മൂട്ടി വന്നപ്പോഴൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ റിവ്യൂ ഒക്കെ കേട്ടപ്പോൾ മമ്മൂട്ടീൻ്റെ വരവ് അങ്ങനെ ഫ്ലോപ്പായി അങ്ങനെയുള്ള രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സംഭവം എനിക്ക് തോന്നിയില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് തോന്നി. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുമെന്ന് അറിയില്ല, എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനും. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് സിനിമയൊക്കെ കഴിഞ്ഞു, പുറത്തിറങ്ങി, പിന്നെ ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ സമയം ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിലാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐറൂസൊക്കെ ഉള്ളല്ലേ ഞാൻ കൊണ്ടുവരാൻ വരണമെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത് കൊണ്ടുവരാനായിട്ട് ഇങ്ങോട്ട് വരണ്ടല്ലോ, ഫിലിം കാണുകയാണെങ്കിൽ ഒരുമിച്ച് പോയി ഫിലിം കണ്ട് മടങ്ങുകയാണെങ്കിൽ അങ്ങനെയല്ലേ. പക്ഷേ ഞങ്ങൾ ഓട്ടോക്ക് വന്നോളാം, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അതിനായിട്ട്
വണ്ടിയിട്ട് വരണമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് പോവുക കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കും ഇതിങ്ങനെ ആദ്യം ഇങ്ങനെ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടോ എന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഒന്ന് വലുതായി. സത്യം പറഞ്ഞാൽ നീനൂന് ജോലിക്ക് കയറിയതിന് ശേഷമാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ സിനിമക്ക് പോകാൻ തുടങ്ങിയത് കേട്ടോ. ഒന്നാമത് എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫിലിം കാണാൻ പോകാമെന്ന് പറയുന്നത് വലിയ താല്പര്യമുള്ള ഒരു ഇഷ്ടമുള്ള കാര്യമല്ല. ഞാനാണെങ്കിൽ അതിൻ്റെ നേരെ വിപരീതമാണ് കേട്ടോ. എനിക്കിങ്ങനെ എന്താ പറയുക മൂവി കാണാമെന്ന് പറയുന്നത് ഇഷ്ടമാണ്. അതും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത് കാണാറുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാര്യമായിട്ട് സിനിമക്ക് പോലെ എൻ്റെ വീട്ടിൽ വരും മഞ്ചേരി വരുമ്പോഴാട്ടോ ജോമിൻ്റെ ഇമ്മാൻ്റെ ഇപ്പാൻ്റെ ഒക്കെ കൂടെ തന്നെയാണ് ഞാൻ പോകാറുള്ളത്. കാരണം മൂപ്പര് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വെക്കേഷന് ഒഴിവിലോ മഞ്ചേരിക്ക് വരുമ്പം ഞങ്ങൾ ഓലപ്പങ്ങാണ് പോലെ. ജോമൊക്കെ പറയും താത്താക്ക് പെൺകുട്ടികളല്ലേ, 3 പെൺകുട്ടികളല്ലേ, അപ്പം നമ്മളൊക്കെയല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ കൊണ്ടുപോകായിരുന്നു. അപ്പോൾ ഞാനും കരുതും ഇനിയിപ്പോൾ എനിക്ക് ആൺകുട്ടികളില്ലാത്തതുകൊണ്ട് എനിക്കിനി ഇങ്ങനെ തന്നെ പോകാൻ പറ്റുള്ളൂ, ഞാൻ ഇപ്പോൾ എപ്പോഴും എങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമുക്ക് പെൺകുട്ടികളാണെങ്കിലും എപ്പോഴും എന്താ പറയുക അടിച്ചു പൊളിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ. കാരണം എനിക്ക് 3 പെൺകുട്ടികളായപ്പോൾ ഞാൻ ഒരുപാട് കേട്ടതാണ്. ഫാമിലിയിൽ നിന്നായാലും അയൽവക്കത്ത് നിന്നായാലൊക്കെ കേട്ടതാണ് കേട്ടോ. ഓക്ക് 3 പെൺകുട്ടികളാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആൺകുട്ടികളില്ലല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര സഹതാപത്തോടുള്ള നോട്ടും പിന്നെ സംസാരമൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴേക്ക് ഞാൻ വിചാരിക്കും അതെന്താപ്പം അങ്ങനെ പറയണേ. എനിക്ക് പക്ഷെ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല കേട്ടോ. കാരണം എന്താപ്പം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എന്താണെന്നുള്ള ആ രീതിയിൽ തന്നെ ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കത് എൻ്റെ മക്കൾ ഇപ്പോൾ വലുതായപ്പോൾ എല്ലാവരും പോലെ തന്നെ ഇപ്പോൾ ആൺകുട്ടികൾ വലുതാണ പോലെ തന്നെ ഇപ്പോൾ പെൺകുട്ടികൾ വലുതായപ്പോഴും അവരിന്നെ കൊണ്ടുപോകും. പിന്നെ എന്താ പറയുക, ഇപ്പോൾ നീ കണ്ടില്ല ഒന്നാമെന്ന് വെച്ചാൽ മോളൂൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ മോളും ഹസ്ബൻഡിൻ്റെ കൂടെ ആയിരുന്നു പോവാറ്. അപ്പോൾ പിന്നെ എനിക്കങ്ങനെ നമ്മൾക്ക് ഓലപ്പോൾ പോകാറുള്ളത് ഒരു അത്ര കണ്ട് കംഫർട്ടബിളല്ലോ. അപ്പോൾ ഞാൻ പോവാറുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ നീനൊന്ന് ജോലിക്ക് കയറിയതിൻ്റെ ശേഷമാണ് ശരിക്കും നമ്മൾ ഓരോ ഇറങ്ങുന്ന മൂവി മാസത്തിൽ ഒരു മൂവിയെങ്കിലും കാണാൻ പോകണം കേട്ടോ വെച്ചെന്ന് നീനും എപ്പോഴും പറയാം. എല്ലാവരും പോലെ നമുക്കും പോവണ്ടേ, നമ്മളും മാത്രം ഉടുക്കും പോവാതെ നിന്നിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് ജോലി കിട്ടട്ടെ, അമ്മച്ചിനെ സിനിമക്കൊക്കെ കൊണ്ടുപോകും എല്ലായിടത്തും കൊണ്ടുപോകുന്നോളൂ ആദ്യമേ പറയലുണ്ടായിരുന്നു കേട്ടോ. പഠിക്കുന്ന ടൈമിൽ പറയാറുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഞാൻ നീനുവിന് ജോലി കിട്ടിയതിന് ശേഷം ഞാനും നീനുട്ടിയും പിന്നെ ഇതും കൂടെ അതിന് പോവാറുണ്ടായിരുന്നേ. പിന്നെ അതാ മോള് ഞങ്ങളപ്പോൾ പിന്നെ ഇടയ്ക്ക് ഞങ്ങളപ്പോൾ പോരാൻ തുടങ്ങി. ഓള് വന്നുള്ള സമയത്ത് ഞങ്ങൾ സിനിമക്ക് പോകുമ്പോൾ ഓളും പോരാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു രസവും വൈബും വേറെയാണല്ലോ. കെട്ടിയന്മാരപ്പോൾ പോകുന്നത് വേറെ വൈബ്, നമ്മളിങ്ങനെ പെണ്ണുങ്ങൾ മാത്രം പോകുന്ന വൈബ് വേറെയാണല്ലോ. അങ്ങനെ പോയി ഓക്ക് ആ ഒരു രസം പിടിച്ചപ്പോൾ ഓൾ എന്ത് ചെയ്യും, ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഓൾ അറിഞ്ഞാൽ അവൾ അവിടുന്ന് ഓളെ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് ഇങ്ങോട്ട് ഓടിച്ചാടി ഇങ്ങോട്ട് വരും. ഇവിടുന്ന് ഞങ്ങളൊപ്പം പോരും ഓൻ്റെ ഒപ്പം പോകും. ഇതാണ് ഇപ്പോൾ ഓളെ പരിപാടി കേട്ടോ. അങ്ങനെ ഒരു വേറെ രസം തന്നെയാണ് മക്കളപ്പോൾ പോവുക എന്ന് പറയുന്നതും. ഭയങ്കര എൻജോയ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, പെൺകുട്ടികളാണ് വിചാരിച്ചൊന്നും നടക്കില്ല, ഒന്ന് വിചാരിച്ച് നിൽക്കേണ്ട. പെൺകുട്ടികൾ മാത്രമുള്ള അമ്മമാരാണെങ്കിൽ എല്ലാം നടക്കും. നമ്മളെ മക്കൾ ഒക്കെ അടിപൊളിയായിട്ട് പിന്നെ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അതൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ ആവണ്ട കേട്ടോ. കാരണം എൻ്റെ അമ്മക്കും ഒക്കെ ഒരു ടെൻഷനായിരുന്നു. ഓക്കൊക്കെ പെൺകുട്ടികളാണല്ലോ, ഓക്കെ ഇങ്ങനെ പോകാൻ കഴിയും, അങ്ങനെയൊക്കെ ഒരുപാട് കേട്ടതുകൊണ്ട് പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതേ ഫിലിമൊക്കെ കഴിഞ്ഞ് ഇതാ നേരെ അരീക്കോട് എത്തി. അരീക്കോട് ഞങ്ങൾ പോകുന്ന വേഗം പിന്നെ പൊറോട്ട എന്നുള്ളൊരു കട ഉണ്ട് ഇവിടെ. അരീക്കോട് പുതിയൊരു ഷോപ്പാണ്. അപ്പോൾ ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ എന്താ വെച്ചാൽ അവിടുന്ന് ഇനിയിപ്പോൾ ലേറ്റ് ആവണ്ടല്ലോ, അരീക്കോട് എത്തി കുറച്ച് ലേറ്റ് ആയാലും ഞങ്ങൾക്ക് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകാൻ വലിയ പേടിയൊന്നുമില്ല. നമ്മളാടല്ലേ, ഇപ്പോൾ അങ്ങനെ പോകുന്നു രാത്രിയൊക്കെ അങ്ങനെ പോന്നിട്ട് ഇപ്പോൾ അങ്ങനത്തെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നല്ല രസമാണ് നമ്മൾ ഒറ്റയ്ക്ക് പോയി ഫുഡ് കഴിക്കുക, എല്ലാം എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുക. അതന്നെയല്ലേ ലൈഫ് എന്ന് പറയുന്നതില്ലേ. അപ്പം ഇന്നെപ്പോലെ പെൺകുട്ടികൾ മാത്രമുള്ള അമ്മമാരുണ്ടെങ്കിൽ എന്താണ് അനുഭവം എന്ന് പറയണം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഭയങ്കര സഹതാപത്തോടുള്ള സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്, കാരണം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഫുഡ് ഇതിൻ്റെ കേക്ക് സ്റ്റുഡിയോന് നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു കട കേട്ടോ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും വിചാരിക്കാറുണ്ട് അവിടെ പോയിട്ടൊന്ന് ഫുഡ് കഴിക്കണം, ഇവിടുത്തെ ഫുഡിൻ്റെ എന്താ അവസ്ഥ എന്നൊന്ന് അറിയണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോഴാണ് നമ്മൾ കേക്ക് സ്റ്റുഡിയോ പോയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. കുറ്റം പറയില്ല, എനിക്കൊരു നമുക്കൊരു സുഖം കിട്ടിയില്ല ഫുഡൊന്നും. അല്ലെങ്കിൽ നമ്മൾ കേക്ക് സ്റ്റുഡിയോന്ന് ഫുഡ് കഴിച്ചാൽ എന്താ വെച്ചാൽ എത്ര പൈസ ആയാലും നമുക്ക് ആ പൈസക്കുള്ള പിന്നെ ഐറ്റം നമ്മൾ കഴിച്ച പോലെ ഒരു സമാധാനം ഒരു സന്തോഷമൊക്കെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കിട്ടും കേട്ടോ. ഇവിടുത്തെ ഇപ്പോൾ നമ്മളേതായാലും രണ്ട് ലോഡർ ഫ്രൈസ് ഓർഡർ ചെയ്തു. പിന്നെ അതേപോലെ അവിടുത്തെ പൊറോട്ട സ്പെഷ്യലായിട്ടുള്ള പൊറോട്ടൻ്റെ ഉള്ളിൽ എന്തോ വെച്ചിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. പിന്നെ ഇതും ജ്യൂസ്, ഞാനൊരു കോഫിയും പിന്നെ മോളും നീനും കൂടെ മറ്റേത് കൂൾ കോഫിയില്ലേ അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐറൂസ് നല്ല ഉറക്കാട്ടോ, ഇങ്ങോട്ട് പോരുമ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ഉറങ്ങിയതാണ്. പിന്നെ ഇവിടെ
എത്ര ഉണർത്തിയിട്ടും ഉണരുന്നില്ല കേട്ടോ. ഓന് ഫുഡ് വാങ്ങി കൊടുക്കാമെന്ന് കരുതിയിട്ട് പിന്നെ കരുതി ഉണരാഞ്ഞ് നന്നായി. ഓന് ഈ ലോഡർ ഫേസും കാര്യങ്ങളൊന്നും കൊടുക്കണ്ടല്ലോ, ഒന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അപ്പോൾ നന്നായി എന്ന് വിചാരിച്ചു വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. എന്നാലും നമുക്ക് അവിടുത്തെ ഫുഡ് വലിയ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ പിന്നെ നടന്നവിടെ കുറച്ചുള്ളൂ ഞങ്ങളെ വീട്ടിലേക്ക്. പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്ന് പോകുന്നത് വേറെ രസമല്ലേ. നടന്നു പോയി രാത്രി അത് ചൂടൊന്നും ഉണ്ടാവില്ല. പൈറൂസ് നല്ല ഉറക്കാണ്, ഇതിൻ്റെ ഒക്കത്തുണ്ട്, മുന്നിൽ നീനും മോളും അങ്ങനെ നടന്ന് പോകുന്നുണ്ട്. ഇതും എൻ്റെ തൊട്ട് എത്തുന്നുണ്ട് കേട്ടോ. ഓൾ ഇതിൻ്റെ ഒപ്പം അങ്ങനെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം നടന്ന് വീട്ടിലേക്ക് പോവുകയാണ്. മമതൻ്റെ അപ്പോൾ ഇത് കഴിച്ചറിയപ്പോൾ ഞങ്ങൾ കരുതി ഈ പൈസക്ക് നമുക്ക് മമത കയറി മന്തി അൽഫാമും കഴിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഡേറ്റ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതെന്താണ് ഈ പരിപാടി എന്നൊക്കെ. പക്ഷേ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മക്കളിങ്ങനെ പോവാന്ന് ഞാൻ പറയുമ്പോൾ നമുക്ക് എങ്ങനെ പോവാതിരിക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫുഡ് നല്ലോണം കൺട്രോൾ ചെയ്തിട്ട് രാവിലെ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഉച്ചക്ക് പോകുമ്പോൾ ഞങ്ങളൊരു 3-4 മണിക്കല്ലേ ഇറങ്ങിയത്. അപ്പോൾ ഞാനൊരു മുട്ടയും പിന്നെ വെള്ളം കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. കാരണം ഇങ്ങനെ പോകുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ കഴിക്കുമെന്ന് അറിയാമല്ലോ. പിന്നെ അവിടെ എത്തിയിട്ട് പക്ഷേ ഞാനൊരു കോഫിയും കുടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്രിങ്കിൾസും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വരുമ്പോൾ ലേശം ഫുഡിൽ നിന്നൊക്കെ കുറേശ്ശെ, ഞങ്ങൾ ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല, കുറേശ്ശെ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് വേറെ ഫുഡോ കാര്യങ്ങളോ ഒന്നും പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുക സ്ട്രിക്റ്റ് ആക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ മക്കൾ പോയിനിപ്പോൾ നോമ്പൊക്കെ വരില്ല, എടുക്കും പോലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. ഐറൂസ് നല്ല ഉറക്കമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടായാലും എന്തായാലും സപ്പോർട്ട് ചെയ്യണം. നാളെ എന്തായാലും ഒന്ന് വെയിറ്റ് നോക്കിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.